ഇന്നത്തെ സംഗീതയുടെ നമ്മുടെ അതിഥി ശ്രീ PC സനൽകുമാർ IAS ആണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ അങ്ങ് എന്ത് ചെയ്യാണ്? ഞാൻ സെക്രട്ടേറിയറ്റിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്നു. ഓ, സംഗീതമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? സംഗീതത്തെപ്പറ്റി ശാസ്ത്രീയമായ അറിവൊന്നുമില്ല. ജന്മവാസന കൊണ്ട് ധാരാളം പാടാറുണ്ട്. അത് മതിയല്ലോ, വലിയ കാര്യമല്ലേ. ലോകത്തെ ഏറ്റവും അനുഭൂതിദായകമായ കല സംഗീതമാണെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും പാട്ട് കേൾക്കുക എന്നുള്ളതും എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ശീലമാണ്. അതിന് സമയം കിട്ടാറുണ്ടോ? നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ 8 മണിക്കൂറിലേ നമ്മൾ നമ്മുടെ ഔദ്യോഗിക ജോലി ചെയ്യാൻ ബാധ്യതപ്പെടുന്നുള്ളൂ. ബാക്കി 16 മണിക്കൂറിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ബാക്കി കാര്യങ്ങൾ. ഈ ഞാൻ പാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് അങ്ങ് പാരഡി പാട്ടുകാരനാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പല പാട്ടുകളും വളരെ അതിൻ്റെ സഭ്യമായ രീതിയിൽ പാരഡി പാടി നന്നായിട്ട് അവതരിപ്പിക്കുന്ന എനിക്കറിയാം. ഒരിക്കൽ നമ്മൾ ഒരുമിച്ചൊരു വേദിയിലും, അതെ, തിരുവാണിയൂർ മലയാളി സമാജം മദ്രാസിൽ. അപ്പം ഈ അതിൻ്റെ ഒരു പാരഡി പാട്ടുകളിലെ ഒരു സുഖം, നല്ല രീതിയിൽ പാരഡി പറഞ്ഞു കഴിഞ്ഞാൽ പാടിക്കഴിഞ്ഞാൽ ഒരു സുഖമായിരിക്കും, കേൾക്കാൻ രസമുണ്ടാവും. അപ്പോൾ ഈ ഞാനിപ്പം പാരഡി പാട്ട് തന്നെ പാടണമെന്നല്ല ഞാൻ പറയുന്നത്, അത് വേണം, അത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. ആദ്യമായി ഇപ്പോൾ ഒരു പാട്ട് പാടാൻ തോന്നുന്നത് ഏതായിരിക്കും? അശോകൻ പറഞ്ഞപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. 15 വർഷം മുമ്പ് ദൂരദർശൻ്റെ ഇതേ ഫ്ലോറിൽ വന്ന് ഞാനൊരു പാട്ട് പാടി. ആ പാട്ടാണ് പിൽക്കാലത്ത് തന്നെ ഒരുപാട് സഹായിച്ചതും എക്സ്പോഷർ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വഴിയൊരുക്കി. അന്ന് 92-ലെ ഓണക്കാലമായിരുന്നു. അന്ന് ഞാനൊരു പാട്ട് പാടി. ആ പാട്ട് ഒരു പാരഡി പാട്ടായിരുന്നു. പക്ഷേ അതൊരു മൗലികമായ കവിതയേക്കാൾ അർത്ഥവത്തായ ഗാനമായിട്ടാണ് ശ്രോതാക്കൾ അതിനെ വിലയിരുത്തിയത്. അതുകൊണ്ട് 15 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ ഗാനം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന ഗാനത്തിൻ്റെ ഈണത്തിൽ ഞാൻ എഴുതിയൊരു പാട്ടാണ്. ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് ഒരു NGOയുടെ ദുഃഖമാണ്. അതായത് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പ്രയാസപ്പെടുന്ന ഒരു സാധുവായ NGO ശമ്പളം വാങ്ങി വരുന്ന ദിവസം ഭാര്യയോട് പറയുന്നതായിട്ട് ആണ് ഞാൻ ഈ ആശയം സങ്കല്പിച്ചത്. തമാശയാണ്, ദുഃഖകരമായ സത്യം, വേദനയിലെ ഒരു തമാശയാണത്. പക്ഷേ 15 കൊല്ലത്തിന് മുമ്പുള്ള അവസ്ഥയല്ല ഇന്നത്തെ NGOമാർക്ക്. ഇന്ന് സാമാന്യം ഭേദപ്പെട്ട ശമ്പളമൊക്കെ ഉണ്ട്. എങ്കിലും 15 കൊല്ലത്തിന് മുമ്പ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണത്. അപ്പോൾ ആ പാട്ട് പാടാമല്ലോ? തീർച്ചയായിട്ടും പാടണം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വരി ഞാൻ 4 വരി പാടിയിട്ട് ഇതിൻ്റെ പാരഡിയിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും ഈ പാരഡി താങ്കൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത് മറ്റ് നിങ്ങൾ സാധാരണയിൽ നമ്മൾ കേട്ട് പരിചയിച്ച പാരഡികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി സാഹിത്യ ബന്ധവും സാഹിത്യ ഗന്ധവുമുള്ള ഒരു പാരഡിയാണ്. ശരി, ഒറിജിനൽ വരി ഞാൻ പാടാം. 4 വരി. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നു നീ, കൽവിളക്കുകൾ ദൂരെ മിന്നി നിൽക്കവേ. അതിൻ്റെ പാട്ട് ഇനി ശ്രദ്ധിക്കുക. ഒരു സാധുവായ ഒരു NGOയുടെ ദുഃഖമാണ് ഈ ഗാനത്തിലൂടെ പുറത്തു വരുന്നത്. അദ്ദേഹം പറയുന്നു: ശമ്പളപ്പൊതി തുറന്നെണ്ണി നോക്കവേ, തെല്ലു പരിഭവം കാട്ടി നിന്നു ശ്രീമതി, സാരമില്ല ഞാനോതി നീ ക്ഷമിക്കുമോ, സാരി ഞാൻ അടുത്ത മാസം വാങ്ങി നൽകിടാം, ഇപ്രകാരമാണെങ്കിൽ എങ്ങനങ്ങയെ വിശ്വസിച്ചിടും ഭാര്യ ചൊല്ലി വിധം, ആകെ സങ്കടം എൻ്റെ കാര്യമോർക്കവേ, കാശു വേണ്ടയോ ഏത് കാര്യമാകിലും, ശമ്പളപ്പൊതി തുറന്നെണ്ണി നോക്കവേ, തെല്ലു പരിഭവം കാട്ടി നിന്നു ശ്രീമതി, പെൻഷനായിടാൻ 2 വർഷമുണ്ടിനി, പെൺകുട്ടി ഒന്നിന് അയച്ചിടണം, ലോണെടുത്തതിൻ കടം ബാക്കിയുണ്ടിനി, വൈഫിൻ്റെ സ്വർണം മുഴുക്ക വിറ്റു, 4 ആളറിയേ
മാന്യമായി ഒന്നു ജീവിക്കുവാൻ വേണ്ടിയാണിതെല്ലാം. നാലാളറിയേ മാന്യമായി ഒന്നു ജീവിക്കുവാൻ വേണ്ടിയാണിതെല്ലാം. അതിനാൽ പതിവായി പലരോടും കടം വാങ്ങുമെൻ്റെ ശമ്പളപ്പൊതി തുറന്നെണ്ണി നോക്കവേ തെല്ലു പരിഭവം കാട്ടി നിന്നു ശ്രീമതി. 6 മാസമായി ഒരു സ്മോളടിക്കുവാൻ ആശയുണ്ടെങ്കിലും നിവൃത്തിയില്ല. കീശകാലിയായി മാസം പാതിയെത്തവേ പിന്നൊറ്റ മാർഗം കടം പറയാം. റേഷൻ, ട്യൂഷൻ, പാല്, പത്രം, വീട്ടുവാടക ഇതിനൊക്കെ കാശു വേണ്ടേ? റേഷൻ, ട്യൂഷൻ, പാലു, പത്രം, വീട്ടുവാടക ഇതിനൊക്കെ കാശു വേണ്ടേ? അതിനാൽ പതിവായി പലരോടും കടം വാങ്ങുമെൻ്റെ ശമ്പളപ്പൊതി തുറന്നെണ്ണി നോക്കവേ തെല്ലു പരിഭവം കാട്ടി നിന്നു ശ്രീമതി. അതായിരുന്നു ആ പാട്ട്. മനസ്സിലായി. ഇത് ശരിക്കും നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും ഇതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ